ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോണത് എന്നെക്കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യം, അതുപോലെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് പറയണത്. സ്പോർട്സ് ആയിട്ട് റിലേറ്റഡ് അല്ല, ഞാൻ എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറേ നാൾ മുമ്പോട്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനൊരു സ്പോർട്സ് ചാനൽ തുടങ്ങണം, അങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോകണം, ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതെപ്പോഴും ആഗ്രഹം മാത്രമായിട്ട് നിന്നിരുന്നു. പിന്നീട് ഒരിക്കൽ അത് വേണ്ട എന്നൊക്കെ തോന്നി, അങ്ങനെ വെച്ചു. ഒരു 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ അങ്ങനെ പോയി, കാലം പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2021 കൊറോണയൊക്കെ ഒരു സമയത്ത് വീണ്ടും എല്ലാവരും മൊബൈലിലേക്ക് അഡിക്റ്റ് ആയ സമയത്ത് എനിക്ക് വീണ്ടും ആഗ്രഹം വന്നു, എനിക്കൊരു ചാനൽ തുടങ്ങണം. അങ്ങനെ അപ്പം എനിക്ക് സ്പോർട്സ് ആയിരുന്നില്ല തോന്നിയത്. ആ സമയത്ത് മനസ്സിൽ തോന്നിയത് എൻ്റെ ചെറിയ ചെറിയ വ്ളോഗുകൾ, ഞാൻ അങ്ങനെ ഓരോ പോണ സ്ഥലങ്ങൾ, അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ ഞാൻ തുടങ്ങി. അങ്ങനെ ആദ്യം തന്നെ തുടങ്ങിയ ഒരു ചാനലിൻ്റെ പേരാണ് മീ ടോക്സ്. നിങ്ങൾക്ക് പലർക്കും ഇത് കാണുമ്പോൾ കുറേ പേർക്കൊക്കെ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിന് അറിയാൻ പറ്റും. മീ ടോക്സ് എന്നായിരുന്നു ആ ചാനലിൻ്റെ പേര്. അതിൽ എൻ്റെ വ്ളോഗുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ഞാൻ ആ വീഡിയോസായിട്ട് ചെയ്തിരുന്നു അതിൽ. അങ്ങനെയൊക്കെ ഞാൻ വളർന്നു വന്നിരുന്നു. ആ ചാനൽ ചെറിയ രീതിയിൽ വളർന്നു വന്നിരുന്നു. പിന്നെ കൊറോണ കഴിഞ്ഞോടുകൂടി കോളേജൊക്കെ തുടങ്ങി. അങ്ങനെ ബാക്ക് ടു ലൈഫായപ്പോൾ ആ ചാനൽ നമ്മളത് വിട്ടുപോയി അങ്ങോട്ട്, പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തില്ല. അപ്പോൾ അത് ആ ചാനൽ അവിടെ അങ്ങനെ നിന്ന് പോയി. പിന്നെ 2026 ഇപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം വീണ്ടും ഇങ്ങനെ ഒരു ആഗ്രഹം വരാണ്, നമുക്കൊരു ചാനൽ തുടങ്ങണം. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചു, എനിക്ക് പണ്ടേ തൊട്ട് ചെറുപ്പം തൊട്ടേ സ്പോർട്സ് ഭയങ്കര കമ്പുള്ള ഒരാളാണ്. സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. അത് സ്പോർട്സിൽ എസ്പെഷ്യലി ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ രണ്ടും ഭയങ്കരമായ ഇഷ്ടമുള്ളൊരു എന്താ പറയുക വിഭാഗം സ്പോർട്സാണ്. ഇപ്പോൾ അതിൽ ആരിഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് പേഴ്സണലി ഫുട്ബോളിലൊരു ടീമിന് ഇഷ്ടമുണ്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റിലൊരു ടീമിന് ഇഷ്ടമുണ്ട്. പക്ഷെ അത് നമ്മളിവിടെ ഒഫീഷ്യലി പറയില്ല. കാരണം നമ്മൾ ഒരു ചാനൽ തുടങ്ങി കഴിയുമ്പോൾ എല്ലാ ടീമുകളെയും ഒരുപോലെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്, അല്ലാണ്ട് ഒരു ടീമിനെ മാത്രമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യാറില്ല. പക്ഷേ പേഴ്സണൽ ചോയ്സ് ഉണ്ട് എനിക്ക്. ശരിക്കും ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടീമുണ്ട് IPL. അതുപോലെ തന്നെ നമ്മുടെ ഫുട്ബോളിലൊരു രാജ്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാജ്യമുണ്ട്. പക്ഷെ നമ്മളത് ഇവിടെ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയറുണ്ട് ക്രിക്കറ്റിലും ഫുട്ബോളിലും. ഇതിലിപ്പോൾ വേണമെങ്കിൽ ക്രിക്കറ്റത്തെ പ്ലെയർ വേണമെങ്കിൽ പറയാം. പുള്ളി ഇപ്പോൾ ഓൾറെഡി വേണ്ട, അല്ലെങ്കിൽ വേണ്ട, അത് പറയണില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ടീമിനെ കിട്ടും, പിന്നെ പ്രശ്നമായിരിക്കും. വേണ്ട, ഞാനത് പറയണില്ല. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയണ ഒരു കമൻറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ 2026 ഇപ്പോൾ എനിക്കിങ്ങനെ സ്പോർട്സൊക്കെ ഇഷ്ടമായതുകൊണ്ട് എന്നാൽ പിന്നെ ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങാം എന്നൊരു പ്ലാനിൽ ഞാൻ എത്തി. അങ്ങനെ ഞാൻ തുടങ്ങിയ ഒരു ചാനൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഈ ചാനൽ. എന്ന് വെച്ചാൽ പഴയ ചാനലിലത്തെ പഴയ കുറേ വീഡിയോസ്, വ്ളോഗുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. മീ ടോക്സ് എന്നായിരുന്നു ഒരു പേര്, അതങ്ങോട്ട് മാറ്റി. സ്പോർട്സ് ചാനലാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പേര് അന്വേഷിച്ച് കുറേ നടന്നു. എന്നിട്ട് പിന്നെ അവസാനം കണ്ടെത്തി സ്പോർട്സ് അഡിക്റ്റ് 121, അങ്ങനെയൊക്കെ ഒരു പേര് ഞാൻ കണ്ടെത്തി. എൻ്റെ ചാനൽ തുടങ്ങി, കുറേ വീഡിയോസൊക്കെ ഇട്ടു. അങ്ങനെ ഷോർട്സ് ആട്ടോ നമ്മൾ മെയിനായിട്ട് തന്നെ വീഡിയോസ് ഇടും. കൂടുതൽ ഷോർട്സ് ആയിരിക്കും, ഡെയിലി ഷോർട്സ് ഉണ്ടാവും. അന്നത്തെ പ്രധാനപ്പെട്ട ക്രിക്കറ്റിൻ്റെ ഫുട്ബോളിൻ്റെ ന്യൂസുകളായിരിക്കും നമ്മൾ ഷോർട്സ് വഴി നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പേരൊരു ഗുമ്മില്ല, സ്പോർട്സ് അഡിക്റ്റ് 121, ഒരു മാച്ചില്ല പറയണതൊന്നും ഒരു. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് പറഞ്ഞു, പേരൊരു സുഖമില്ലടാ, പേരെന്തെങ്കിലും മാറ്റാൻ എന്തെങ്കിലും. അങ്ങനെ ഞാനിരുന്ന് ആലോചിച്ച് എന്തുകൊണ്ട് എൻ്റെ പേര് ഇപ്പോൾ സ്പോർട്സ് അഡിക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പേരായിരിക്കും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഒരു പേര് മാറ്റിയതാണ് ഇപ്പോൾ സ്പോർട്സ് ടോക്ക് വിത്ത് അനിൽ. എനിക്കൊരു അർത്ഥമുള്ള പേരായി തോന്നിയാണ്. നമ്മൾ ടോക്ക് ചെയ്യാണ്, സംസാരിക്കുകയാണ് സ്പോർട്സിനെ കുറിച്ച് നിങ്ങളുമായി. സംവാദമാണ്, ഇതൊരു സംവാദം. അപ്പോൾ സ്പോർട്സ് ടോക്ക് വിത്ത് അനിൽ എന്ന് പറയുമ്പോൾ അതിൽ എനിക്ക് വലിയ എന്താ പറയുക, ഒരു പുതുമ, വലിയ പ്രശ്നമില്ല, അർത്ഥമുള്ളൊരു പേരായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പേരിലെത്തിക്കുന്നത്. ഇനി പേര് മാറ്റില്ല, സ്പോർട്സ് ടോക്ക് വിത്ത് അനിൽ തന്നെയായിരിക്കും എപ്പോഴും നമ്മുടെ പേര്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, ഒരു സ്റ്റാർട്ടറാണ് യൂട്യൂബിൻ്റെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ജസ്റ്റ് 778 അത്ര സബ്സ്ക്രൈബേഴ്സാണ്. ഇപ്പോൾ എൻ്റെ ആദ്യ ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ് എത്തുക എന്നതാണ്. അതിനുവേണ്ടി ഞാൻ കഠിന പരിശ്രമത്തിലാണ്. ഞാൻ ഡെയിലി 2 ഷോർട്സൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റയിലും ഇതേ പേജ് ഉണ്ട് കേട്ടോ, സ്പോർട്സ് ടോക്ക് വിത്ത് അനിലിനെ അടിച്ചു കൊടുത്താൽ മതി. ഇൻസ്റ്റയിലുണ്ട് ഇതേ പേജ്. നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് യൂട്യൂബാണ്. കാരണം നമുക്ക് യൂട്യൂബിലാണ് കൂടുതൽ പണ്ടേ തൊട്ടുള്ള ആഗ്രഹമാണ് യൂട്യൂബർ ആവുന്നതൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വർത്തമാനം പറയാനൊക്കെ ഇഷ്ടമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ അത് യൂട്ടിലൈസ് ചെയ്തിരുന്നില്ല. പിന്നെ സ്പോർട്സിനെ കുറിച്ച് അത്യാവശ്യം നോളജ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പോൾ സ്പോർട്സ് ഞാൻ നന്നായി ഫോളോ ചെയ്യുന്ന ഒരാളാണ്, ക്രിക്കറ്റായാലും ഫുട്ബോളായാലും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓൾമോസ്റ്റ് മണ്ടത്തരങ്ങളൊന്നും എന്തായാലും വിളിച്ച് പറയില്ല. ജെന്യൂൻ ആയിട്ടുള്ള ന്യൂസ്, ജെന്യൂൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തന്നെ നമ്മളിതിൽ പറയാറുള്ളൂ. ഇതുവരെ നമ്മൾ ചെയ്ത വീഡിയോയിൽ ഒരെണ്ണം പോലും ജെന്യൂനിറ്റി ഇല്ലാത്തുണ്ടാവില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ പ്രൂവ് ചെയ്യാം, ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്തു നമ്മൾ അതിനുള്ള ഉത്തരം തന്നിരിക്കും.
നമ്മൾ കൺഫർമേഷൻ ഇല്ലാണ്ട് ഒരു വാർത്ത പോലും നമ്മൾ ചെയ്യാറില്ല. പിന്നെ ഇത് സ്റ്റാർട്ടിങ് അതിൻ്റെ ക്യാമറ കുറച്ച് പ്രശ്നമുണ്ട്. നമ്മുടെ പഴയ ഫോണാണ്, നമുക്ക് ഐഫോണൊന്നുമില്ല, സാധാ ഒരു ആൻഡ്രോയിഡ് ഫോൺ, റെഡ്മിയുടെ ഒരു സാധാ ഫോണാണ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ എഡിറ്റിങ്ങിലൊക്കെ ഇത്തിരി മോശമാണ്. ഇപ്പോൾ ക്യാപ് കട്ടൊക്കെ പഠിച്ചു വരുന്നു. ക്യാപ് കട്ടിലാണ് ഇപ്പോൾ എഡിക്കുന്നത്. മുമ്പ് ഇൻഷോട്ടിലായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ ക്യാപ് കട്ടൊക്കെ പഠിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മകളൊക്കെ നല്ല രീതിയിൽ വീഡിയോയിലുണ്ടാവും. ക്വാളിറ്റി കുറവായിരിക്കും. സൗണ്ട് ക്വാളിറ്റി മാക്സിമം കിട്ടാൻ വേണ്ടി നമ്മൾ ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ മൈക്കൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഭാവിയിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ചാനലൊന്ന് പച്ച പിടിച്ചിട്ട് വേണം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ആദ്യ ടാർഗറ്റ് 1000 സബ്സ്ക്രൈബേഴ്സാണ്. പിന്നെ 3000 വാച്ച് അവർ. ഇത് രണ്ടാണ് നമ്മുടെ ആദ്യ ടാർഗറ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മുന്നോട്ടുള്ള യാത്ര ഭയങ്കര മനോഹരമാകുമെന്ന് എനിക്കൊരു ഫീലുണ്ട്. അതിനു വേണ്ടിയാണ് ഞാൻ പരിശ്രമിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഇത്രയൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു. ഈ വീഡിയോ തുടങ്ങാനുള്ള കാരണം, ഈ ചാനൽ തുടങ്ങാനുള്ള കാരണം, എന്തൊക്കെയാണ് എൻ്റെ ക്രേസുകൾ, ഇതൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞു. അപ്പോൾ ക്രിക്കറ്റ് ഫുട്ബോളിനെ കുറിച്ചുള്ള ന്യൂസുകളായിരിക്കും ഇതിൽ വരിക. വേറെ സ്പോർട്സ് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ളതാണ്. ഇപ്പോൾ ബാഡ്മിൻ്റൺ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതാണ്. പക്ഷേ നമ്മളത് ഹോക്കിയൊന്നും നമ്മളിതിൽ ഉദ്ദേശിക്കുന്നില്ല. ഇതിൽ ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ഇത് രണ്ടിൻ്റെ ഉണ്ടാവും കേട്ടോ. രണ്ടിനും സെപ്പറേറ്റ് ചാനലൊന്നുമില്ല, ഒറ്റ ചാനൽ തന്നെ. ഇതിൽ തന്നെ രണ്ടിനെ കുറിച്ചുള്ള വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ രണ്ടും ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നും നിങ്ങളോടൊത്ത് ഞാൻ സമ്പാദ്യത്തിനുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, കമൻറ്റ് ബോക്സിലിടാം. എനിക്ക് തോന്നുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈവൊക്കെ ചെയ്യാൻ തുടങ്ങാൻ പറ്റുമായിരിക്കും. നമുക്ക് പടിപടിയെ ഉയരണം, ഫോണൊക്കെ മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ വഴിക്ക് കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചാനൽ ക്ലിക്കാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നല്ല സപ്പോർട്ട് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടുകാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഫ്രണ്ട്സിനെ നിന്നൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന 778 എന്ന സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനിയും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, മാക്സിമം നമ്മൾ എവിടെ വരെ എത്തും, നമുക്ക് അങ്ങനെ ഇത്ര ഹൈറ്റ് ഒന്നുമില്ല. നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ നിങ്ങളുടെ കൂടെ എന്തുണ്ടായിരിക്കും. നമ്മൾ ഫ്രീ ടൈമുകളിലാണ് വീഡിയോ ചെയ്യണത്. പെട്ടെന്നൊരു ന്യൂസൊക്കെ ഉണ്ട്. ഇപ്പോൾ പെട്ടെന്നൊരു എന്താ പറയുക, ബ്രേക്കിംഗ് ന്യൂസൊക്കെ നമ്മൾ അപ്പം തന്നെ ഷോർട്സ് ഇടാറുണ്ട് ഇട്ടിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണും. ഇപ്പോൾ സഞ്ജുരൊക്കെ ക്യാപ്റ്റൻസി കാര്യം ഇന്ന് രാവിലെയാണ് വന്നത്. അപ്പം തന്നെ നമ്മൾ ഷോർട്സ് നമ്മൾ അതിൻ്റെ ചെയ്തിരുന്നു. ഇൻസ്റ്റയിൽ നമ്മൾ അപ്പം തന്നെ അപ്ലോഡ് ചെയ്തിട്ട് അതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ മിക്ക സ്പോർട്സ് ഗ്രൂപ്പുകളിലും എല്ലാത്തിലും ആക്റ്റീവായി ഉണ്ട്. ഇപ്പോൾ ഓരോ ന്യൂസും എങ്ങനെ വരുന്നു, എവിടെ നിന്ന് വരുന്നു, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടാണ് വീഡിയോ ചെയ്യണത്. വെറുതെ ഇവിടെ വന്നിരുന്ന് ചുമ്മാ പറയുന്നതല്ല. നമ്മൾ പറയണ ഓരോ കാര്യത്തിനും നമ്മൾ ഏത് ന്യൂസിൽ നിന്നാണ് അത് പറയണതെന്നും കൂടി പറയും. ഇല്ലെങ്കിൽ അത് ഓൾറെഡി എന്താ പറയുക, മൊത്തത്തിൽ വന്ന ന്യൂസായിരിക്കും. അങ്ങനെ ഇടയ്ക്കാണ് നമ്മൾ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ചുമ്മാ നമ്മുടെ ഒരു പ്രഡിക്ഷൻ അങ്ങനെയൊന്നും ചെയ്യാറില്ലേ. അപ്പോൾ ഇപ്പോൾ IPL നമ്മൾ മാക്സിമം ഷോർട്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ടീമിൻ്റെയും ഓരോ കളിയുടെ റിവ്യൂ ഒന്നും ചെയ്യണില്ല. നല്ല നല്ല ഇൻറ്റൻസിറ്റി ഉള്ള കളികൾ, അതുപോലെ തന്നെ ത്രില്ലർ മാച്ചുകൾ, പിന്നെ എൽ ക്ലാസിക്കോ പോലത്തെ മാച്ചുകൾ, വമ്പൻ ടീമുകൾ കിട്ടും. അങ്ങനത്തെ മത്സരങ്ങളിലൊക്കെ ഷോർട്സാണ് നമ്മൾ മെയിനായിട്ട് തന്നെ. പിന്നെ ഇപ്പോൾ ആരെങ്കിലും സെഞ്ചുറി ഒക്കെ അടിച്ചാൽ, ഇപ്പോൾ ഇന്നലെ ഫിന്നാലെ സെഞ്ചുറി അടിച്ചാൽ നമ്മൾ അപ്പം ഷോർട്സ് രാത്രി തന്നെ അപ്ലോഡ് ചെയ്തു. കാരണം അതൊക്കെ അടിപൊളി മത്സരങ്ങളായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ടീമിൻ്റെ ഒന്നുമില്ല, എല്ലാ ടീമിനെയും നമ്മൾ സപ്പോർട്ടാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി FIFA വേൾഡ് കപ്പ് വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ തുടർച്ചയായി എന്നെ ഫോളോ ചെയ്യണവർക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റുകൾ, ഓരോ ടീമിൻ്റെ അപ്ഡേറ്റുകൾ ഇനി വരും. ഫുട്ബോളിൻ്റെ വീഡിയോസ് ഇപ്പോൾ കുറവെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ IPL സീസൺ ആയതുകൊണ്ട് കൂടുതൽ ഷോർട്സ് IPL-ലാണ്, ക്രിക്കറ്റ് സംബന്ധമാണ് വരുന്നത്. പക്ഷേ പേടിക്കേണ്ട, അടുത്ത മാസം ജൂണിൽ നമ്മൾ വേൾഡ് കപ്പ് തുടങ്ങാണ്. അപ്പോൾ പിന്നെ നേരെ വേൾഡ് കപ്പിൽ ഫുട്ബോളിൻ്റെ ആയിരിക്കും കൂടുക, അപ്പോൾ ക്രിക്കറ്റിൻ്റെ കുറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രണ്ടും ഇഷ്ടപ്പെടുന്നവർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇപ്പോൾ ചിലവർ പറയും എനിക്ക് ക്രിക്കറ്റ് മാത്രമേ ഇഷ്ടമുള്ളൂ. പക്ഷേ അത് വിചാരിച്ച് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടിരിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ക്രിക്കറ്റിൻ്റെ ഷോർട്സും ഉണ്ടാവും, ഫുട്ബോളിൻ്റെ ഷോർട്സും ഉണ്ടാവും. എവിടെയൊക്കെ പ്രധാനപ്പെട്ട വാർത്ത ഈ രണ്ട് മേഖലകളിൽ വരുന്നോ നമ്മൾ കൃത്യമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ വളർത്തുന്നത്. നിങ്ങളെന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നൊരു ആഗ്രഹമാണ് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. കുറേ ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ സൗണ്ട് ക്വാളിറ്റി ഒക്കെ പ്രശ്നമായിരിക്കും. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന നമ്മൾ വീട്ടിൽ തന്നെയാണ്, നമുക്ക് സ്റ്റുഡിയോ ഒന്നുമില്ല, സ്റ്റാർട്ടിങ് ആണല്ലോ. അപ്പോൾ ചിവിടിൻ്റെ ഒച്ച, മഴയുടെ ഒച്ച, മഴക്കാലം അണിഞ്ഞ് വരാൻ പോകണം. അപ്പോൾ മഴയുടെ ഒച്ച ഉണ്ടാവാം, വേനൽ മഴ, പിന്നെ ചിവിടാണ് മെയിനായിട്ട് പ്രശ്നം തന്നെ. പിന്നെ ഫാൻ കറങ്ങണതിൻ്റെ ഒച്ച, ഇങ്ങനെ പല പല ഒച്ചകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. മാക്സിമം നമ്മൾ അതൊക്കെ ഇല്ലാതെ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നുണ്ട്. നമുക്കൊരു മൈക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ ഇത്ര നാൾ തന്ന സപ്പോർട്ട് ഇനി തരണം. ഇപ്പോൾ സംരംഭം തുടങ്ങിയിട്ടുള്ള സ്പോർട്സായിട്ട് റിലേറ്റഡ് ഇപ്പോൾ ഒരു 100 വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇനി ആയിരക്കണക്കിന് വീഡിയോസ് ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും എല്ലാ സമയത്തും എൻ്റെ കൂടെ ഉണ്ടാവണം. നമ്മുടെ ചാനലിൻ്റെ പേര് മറക്കണ്ട, സ്പോർട്സ് ടോക്ക് വിത്ത് അനിൽ എന്നാണ്. അപ്പോൾ എൻ്റെ പേരാണ് അനിൽ. അപ്പോൾ ഞാനായിട്ട് നിങ്ങൾ സ്പോർട്സ് സംസാരിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് സ്പോർട്സിനെ കുറിച്ച് വർത്തമാനം പറയുന്നത്, അതിൻ്റെ ഒരു ഉദ്ദേശമാണ് ഈ പേര്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനി ഉണ്ടാവുക. ഈ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ അയച്ചു കൊടുക്കുക. എന്താ പറയുക, നിങ്ങളിൽ ഒരാളായിട്ട് സ്പോർട്സ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ എൻ്റെ മെയിൻ ഉദ്ദേശം.
അപ്പോൾ ഇന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ വന്ന വഴി മറക്കാത്തവരാണ്. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇപ്പം നമുക്ക് ആവശ്യമുള്ള സമയമാണ്. നമുക്കത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്. പിന്നെ നമ്മൾ ഒരിക്കലും വേറൊരു മെയിൻ കാര്യം പറയാൻ നമ്മൾ ഒരിക്കലും കോപ്പി അടിച്ച് എന്താ പറയുക വേറെ മ്യൂസിക് ഒന്നും ഇതിൽ ആഡ് ചെയ്യില്ല. നമ്മുടെ സൗണ്ട് ഓൺ വോയിസ് ആണ് ഇതിൽ, നമ്മുടെ വീഡിയോയും ഓൺ വോയിസ് ആണ് നമ്മൾ ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂസ് വരാണ്ടിരിക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. സ്വന്തമായിട്ടുള്ള ഡാറ്റാസാണ്, നമ്മൾ സ്വന്തമായി വർത്താനം പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ ചെയ്യണം. അല്ലാണ്ട് വേറെ കോപ്പി അടിക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല. വേറെ വീഡിയോ എടുത്ത് പ്ലേ ചെയ്യാൻ പരിപാടിയൊന്നുമില്ല. ഫോട്ടോസ് നമ്മൾ കാണിക്കും, അത് ന്യൂസ് വരുന്നതിൻ്റെ ഒരു എന്താ പറയുക ആ ന്യൂസിൻ്റെ ജെന്യൂനിറ്റി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആ ഫോട്ടോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ വോയിസ് വേറെ അൺവാണ്ടഡ് വോയിസ് ഒന്നുമില്ല, നമ്മുടെ സ്വന്തം വോയിസിലാണ് നമ്മളിത് ചെയ്യണത്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ നോർത്തോളൂ. നമുക്ക് കോപ്പി റൈറ്റൊക്കെ കിട്ടിയാൽ ഭയങ്കര മെനക്കെടാം. കോപ്പി റൈറ്റ് സ്ട്രൈക്കൊക്കെ 2 കിട്ടിയാൽ നമ്മുടെ ചാനലിൽ പോകുന്നതാണ് കേട്ടേക്കണേ. എനിക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല, എനിക്ക് ഒന്നും അറിയില്ല. ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ വാച്ച് അവർ 3000, ഇതാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി എല്ലാ ദിവസവും നിങ്ങളുടെ മുന്നിലുണ്ടായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് എന്നും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുക. ഈ വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.